നിരന്തരം ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും ജനങ്ങളിൽ വളർത്തി രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നെല്ലാവർക്കും അറിയാം. ഇതാ ആ പാകിസ്ഥാന് കനത്ത വെല്ലുവിളി അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ ഉയർന്നിരിക്കുകയാണ്. അതായത് വാളെടുത്തവൻ വാളാൽ എന്ന ബൈബിൾ വാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം, പാകിസ്ഥാനുള്ളിൽ ഇപ്പോൾ പല പ്രവിശ്യകളും സ്വാതന്ത്ര്യം വേണം, തങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രമായി തീരാൻ ആഗ്രഹിക്കുന്നു എന്ന മട്ടിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും കായികമായ ആക്രമണങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ്. ബലൂചിസ്ഥാൻ്റെ കാര്യം നമുക്കറിയാം. അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖല, ആ പ്രവിശ്യ കേന്ദ്രീകരിച്ച് TTP തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അതുപോലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നതറിയാം. മാത്രമല്ല, അഫ്ഗാനിൽ നിന്ന് വലിയ തോതിൽ ഈ TTP പോലെയുള്ള സംഘടനകളെ സഹായിക്കുന്നതായിട്ട് പാകിസ്ഥാൻ തന്നെ ആരോപിക്കുന്നുണ്ട്. ഈ TTPയും പാക് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പതിവാണ്. വലിയ നാശനഷ്ടം രണ്ട് ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് TTP ഉയർത്തുന്നത്. പലപ്പോഴും ഈ TTPയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ മേഖലയിലെ നിരപരാധികളായ സാധാരണ മനുഷ്യരാണ് പാക് സൈന്യത്തിൻ്റെ വെടിയുണ്ടയ്ക്ക് ഇരയാകുന്നതെന്നും നമുക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞുപോയ കഥകളാണ്, ചരിത്രമാണ്. എന്നാൽ ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ TTP എന്ന് പറയുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന സ്വന്തമായിട്ട് ഒരു വ്യോമസേന ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. പാക് സൈന്യം ഞെട്ടിത്തരിച്ചുപോയി എന്നുള്ളതാണ് സത്യം. കാരണം 2026 സ്വന്തമായിട്ട് പോർ വിമാനങ്ങൾ ഞങ്ങൾ സ്വന്തമാക്കും, അതുപയോഗിച്ച് പാക് സൈന്യത്തെ തകർക്കും എന്നാണ് TTPയുടെ ഔദ്യോഗികമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. എന്തായാലും ഇവർ തമ്മിൽ നിരവധി തവണ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം പാകിസ്ഥാന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഈ സ്വന്തമായി വ്യോമസേന രൂപീകരിച്ചാൽ ലോകത്ത് ഒരു വിധ്വംസക സംഘടന, ഒരു ഭീകര സംഘടന ആദ്യമായിട്ട് ഈ വ്യോമസേന സ്വന്തമാക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വ്യോമസേനയുള്ള ഒരു ഭീകര സംഘടന ഇവരായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പാക് സർക്കാരിനെതിരായ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നും കേൾക്കുന്നുണ്ട്. ഇത് അഫ്ഗാനിലെ താലിബാൻ സർക്കാരിൻ്റെ പിന്തുണയും സഹായവും ഇതിനുണ്ട് എന്നാണ് പാക് സർക്കാർ ആരോപിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സലീം ഹക്കാനി എന്ന TTP നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ വ്യോമസേന, പുതുതായിട്ട് ഒരു വ്യോമസേന പ്ലട്ടൂൺ രൂപീകരിക്കുക, അത് പ്രവർത്തിക്കുക. TTPയുടെ നേതാവായ മുഫ്തി നൂർ വാലി മെഹ്സൂദ് അഥവാ അബു മൻസൂർ അസീം, ആ വ്യക്തി കഴിഞ്ഞാൽ സംഘടനയിലെ രണ്ടാമനാണ് സലീം ഹക്കാനി. അതുകൊണ്ട് തന്നെ സലീം ഹക്കാനിയുടെ ശക്തി എന്താണെന്ന് നമ്മൾ പറയണ്ടല്ലോ. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മൗലാന സലീം ഹക്കാനി എന്നാണ്. ഇതിന് പുറമെ സംഘടനയുടെ ഭരണപരമായ കാര്യങ്ങളും നിയന്ത്രണവും ഒക്കെ ഈ വ്യക്തിയുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ഇതിനായിട്ട് അവർ 2 മേഖലകൾ, പടിഞ്ഞാറൻ മേഖല, മധ്യമേഖല എന്നിങ്ങനെ 2 ഈ ഭരണ സൗകര്യത്തിന്, ഭരണ നിയന്ത്രണത്തിന് വേണ്ടി ഇങ്ങനെ 2 മേഖലകൾ പുതുതായി രൂപീകരിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ചേർത്താണ് പടിഞ്ഞാറൻ മേഖല. ഇതിനു പുറമെ കാശ്മീർ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നിവയെയും TTP തങ്ങളുടെ നിഴൽ പ്രവിശ്യകളുടെ ഗണത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലിയ തലവേദനയാണ്. ഇവർ ഈ പറയുന്നത് പോലെ വ്യോമസേന സ്വന്തമാക്കിയാൽ അത് പാക് സർക്കാരിന് മാത്രമല്ല, പാക് സർക്കാരിൻ്റെ കഥ കഴിച്ചാൽ പിന്നെ അവർ ലക്ഷ്യം വെക്കുന്നത് കാശ്മീരായിരിക്കും എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം, മിലിറ്ററി ഇൻ്റലിജൻസ് പോലെയുള്ള വിഭാഗങ്ങൾ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കാരണം ഈ TTP എന്ന് പറയുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ സംഘടന എല്ലാവർക്കും ഇതിന് ജന്മം കൊടുത്തതും ഇതിന് വെള്ളവും വളവും കൊടുത്ത് ഇതിനെ വളർത്തിയതും പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാന് തന്നെ ഇന്നവർ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു.
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാക് സർക്കാരിനെയും പാക് ഭരണകൂടത്തെയും വീഴ്ത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലക്ഷ്യം ഇന്ത്യക്ക് നേരെയായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം ഈ പറയുന്നത് പോലെയുള്ള ഭീകര സംഘടനകളൊന്നും വലിയ വെല്ലുവിളിയൊന്നുമല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ ഭീഷണിയൊക്കെ അവസാനിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കരുത്തുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്ന ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിലും ഇവർക്ക് ബലൂചിസ്ഥാനിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഇവർക്ക് നല്ല സ്വാധീനമുണ്ട്. ഇവരുടെ പ്രവർത്തന മേഖലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം വളരെ കർശനമായ നിരീക്ഷണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഈ TTP എന്ന് പറയുന്ന സംഘടന ഈ വ്യോമസേന സ്വന്തമായി രൂപീകരിക്കാൻ ഒക്കെ എങ്ങനെയാണ് ശ്രമിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പാക് ഭരണകൂടമോ പാക് സൈന്യമോ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പുറകിൽ ഏതോ കനത്ത ശക്തികൾ ഇവരെ സഹായിക്കാനുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയോടെയാണ് അതിർത്തിയിലെ അല്ലെങ്കിൽ അതിർത്തിക്കപ്പുറത്തെ ഈ വിഷയങ്ങൾ നോക്കിക്കാണുന്നത്. അഫ്ഗാനിലെ താലിബാൻ സർക്കാരും ഇവരുമായിട്ട് ചേർന്നാൽ അത് തീർച്ചയായിട്ടും പാകിസ്ഥാന് മാത്രമല്ല നമുക്കും അതൊരു വെല്ലുവിളിയാണ്. നയതന്ത്ര തലത്തിൽ വിദേശകാര്യത്തിൽ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട ഒരു കാലം കൂടിയാണ് ഇത് എന്ന് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തായാലും വ്യോമസേന സ്വന്തമാക്കി 2026 TTP മുന്നോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സർക്കാരിന് പാക് സൈന്യത്തിന് ഒക്കെ വലിയ വെല്ലുവിളി ഇവർ ഉയർത്തുമെന്ന് തീർച്ചയാണ്. അത് വ്യോമസേന സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലവിൽ അവർ ഈ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭം ഈ പറഞ്ഞ വിധ്വംസക പ്രവർത്തനങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും സ്ഫോടനങ്ങൾ നടത്തുന്നു, പലയിടത്തും കയറി ആക്രമിക്കുന്നു, പള്ളികളിൽ പോലും സ്ഫോടനവും ആക്രമണവും നടത്തുന്നു. വെള്ളിയാഴ്ചകളിലെ നമസ്കാര സമയം ആ സമയം ലാക്കാക്കി അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യമായി പള്ളികളെ ആരാധനാലയങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പലപ്പോഴും നമ്മളത് കണ്ടതാണ്. നിരപരാധികളായ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുന്നത്, ഇവരുടെയൊക്കെ ഈ ചെയ്തികളുടെ ഫലമായി പിടഞ്ഞു വീണ് മരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും വിതച്ചത് കൊയ്യും. വെന വിതച്ച പാകിസ്ഥാൻ വെന കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ഭീകര സംഘടനകളെ ജന്മം കൊടുക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്തതിന് പാകിസ്ഥാൻ ഇന്ന് വലിയ കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.